ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ശിവരാത്രി നന്നായിട്ട് ആഘോഷിച്ച് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഞാനും ശിവരാത്രിയിലത്തെ പൂജകളെല്ലാം വീട്ടിലിരുന്ന് ചെയ്തു. അപ്പം ഞാൻ ഇന്നലെ തന്നെ വീഡിയോ റെക്കോർഡ് ചെയ്തതെല്ലാം കൂടെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. എല്ലാവർക്കും ശിവരാത്രിയുടെ ആശംസകൾ. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ചു, റെഡിയായിട്ട് പോകാൻ താല്പര്യം വിളക്കത്തിക്കട്ടെ. എല്ലാവർക്കും മഹാശിവരാത്രി ആശംസകൾ. അപ്പോൾ ഞാനിന്ന് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നല്ല ക്ലീൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. രാജേഷിനും ട്രെയിനിങ് ഉണ്ട്, മോനാണെങ്കിൽ സ്കൂളിലും പോകണം. അപ്പോൾ രാജേഷ് നിലവിളക്ക് തെളിയിച്ചിട്ടാണ് പോയത്. അപ്പം ബാക്കിയുള്ള വിളക്കുകളൊക്കെ ഒന്ന് തെളിയിക്കുക എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു കാര്യം. പിന്നെ ഞാൻ ഓം നമഃ ശിവായയും കുറച്ച് ശിവപഞ്ചാക്ഷര സ്തോത്രവും ലിംഗാഷ്ടവും അങ്ങനെ കുറച്ച് കീർത്തനങ്ങളൊക്കെ ചൊല്ലും. അപ്പം ഞാൻ എങ്ങനെയാണ് നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ എന്താ പറയുക ശിവരാത്രിയുടെ പൂജ ചെയ്യുന്നത്, അഭിഷേകം ചെയ്യണമെന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളതൊക്കെ ഫോളോ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് പെട്ടെന്നൊന്ന് പൂജയൊക്കെ ചെയ്യട്ടെ. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ രാജേഷ് ഇവിടെ നിലവിളക്ക് തെളിയിച്ചിട്ടാണ് പോയേക്കണം. അപ്പം എനിക്ക് കുറച്ചും കൂടി ഒന്ന് വൃത്തിയാക്കണം. ബാക്കി ഇതൊക്കെ ഞാനൊന്ന് വൃത്തിയാക്കി വെച്ചതാണ്, ഇന്ന് കുറച്ചും കൂടി ഒന്ന് വൃത്തിയാക്കാനുണ്ട്. ഞാനിവിടെ ഒന്ന് ജസ്റ്റ് എല്ലാം ഒന്ന് തുടച്ചെടുത്ത് നമ്മുടെ എന്താ പറയുക കുറച്ചും കൂടി എണ്ണയൊക്കെ ഇതിന് ഒഴിച്ച് ഞാനിവിടെ പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തും തിരി ഇന്നലെ ഇതാണ്, പക്ഷേ അതിന് തിരി ഒന്ന് മാറ്റണം. ഇന്നലെ തെളിയിച്ച കേട്ടോ വിളക്ക്. അപ്പം എന്താ പറയുക ഒന്നും കൂടെ. പിന്നെ ഇതിനകത്താണെങ്കിൽ നമ്മൾ ശിവൻ്റെ ഇന്നലെ അഭിഷേകം ചെയ്തതാണ്. അപ്പം ഞാൻ ഈ വെള്ളം ഒന്ന് ശരിക്കും കൊണ്ട് വെച്ചിട്ട് വരാം. അപ്പം എനിക്കിന്ന് അഭിഷേകം ചെയ്യാനാണ്, അതവിടെ ഇരിക്കട്ടെ. പിന്നെ നമ്മുടെ അതെവിടെ വെച്ചു ചോദിച്ചാൽ ഏറ്റുമാനൂരപ്പ രാജേഷ് നിലവിളക്ക് തെളിയിച്ചത് കൊണ്ട് തന്നെ ഞാൻ പ്രദോഷ വിളക്കാണ് തെളിയിക്കുന്നത് കേട്ടോ.
ഓം നമ ശിവായ 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 സാമ്പ്രാണി ഉണ്ട്. ഓം നമ ശിവായ 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 ഓം നമ ശിവായ. ഫസ്റ്റ് ഞാൻ നിലവിളക്ക് നമ്മൾ 2 തിരിയിട്ട് നിലവിളക്ക് തെളിയിച്ചു. അപ്പം രാവിലെ ആയതുകൊണ്ട് ഫ്രണ്ടിൽ നിന്നും, അതായത് നമ്മൾ കിഴക്ക് നിന്നാണ് നമ്മുടെ വിളക്ക് തെളിയിച്ചത്. പിന്നെ എന്താ പറയുക, നമ്മൾ ഏറ്റുമാനൂരപ്പൻ്റെ ഫോട്ടോയുടെ മുന്നിൽ പ്രദോഷ വിളക്ക് തെളിയിച്ചു. ഇത് ഞാൻ ഓൺലൈൻ ബൊട്ടിക്കിൽ നിന്നാണ് മേടിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, നിങ്ങൾക്ക് കാണാം നമ്മുടെ ബാക്ക് ഫ്ലോ ഇൻസെൻസ് സ്റ്റിക്സ് നമ്മുടെ ശിവലിംഗത്തിന് അങ്ങോട്ട് വെച്ചിട്ട് നമ്മുടെ ശിവലിംഗത്തിലേക്ക് എന്താ പറയുക, ഇങ്ങനെ എന്താ പറയുക, അതിൻ്റെ സ്മോഗ് ഇങ്ങനെ വന്നിട്ട് ശിവലിംഗത്തിലേക്ക് വരുന്നു. എനിക്കത് കറക്റ്റായിട്ട് എൻ്റെ ശിവലിംഗത്തിൻ്റെ അത്തയിലേക്ക് വരുന്നതാണ് എനിക്ക് താല്പര്യം. പക്ഷേ അത് പുറകിലേക്കാണോ വന്നേന്ന് ഒരു സംശയം. ഇങ്ങോട്ടാണ് വരുന്നത്. എനിക്കത് കുറച്ചും കൂടെ അങ്ങോട്ട് വരണമായിരുന്നു. നോക്കട്ടെ അങ്ങോട്ട് വരുമോയെന്ന്. പിന്നെ ഞാൻ ശിവലിംഗത്തിന് അഭിഷേകം ചെയ്യാനായിട്ട് ചെയ്തു. ഓൾറെഡി ജലധാര ചെയ്തു. ഇനി നമുക്ക് കുറച്ച് ഡ്രോപ്പായിട്ട് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ കുഞ്ഞുകുടം അങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ വെള്ളം ഒഴിക്കുകയാണ്. അപ്പോഴത്തേനും വെള്ളം ഡ്രോപ്പായിട്ട് നമ്മുടെ ശിവലിംഗത്തിലേക്ക് പോയി ഇവിടെ വന്ന് ഇത് കളക്ട് ചെയ്യും. ഓക്കെ, ഞാനിതിങ്ങനെ ചെയ്യുമ്പം അത് താഴത്തേക്ക് കറക്റ്റായിട്ട് വരുന്നില്ല എന്ന് തോന്നുന്നു. ഓക്കെ, പിന്നെ ഞാനാണെങ്കിൽ നനച്ചിട്ടാണ് തൊട്ടത് കേട്ടോ. രാവിലെ നമ്മൾ നനച്ചിട്ട് ഭസ്മം തൊടണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം ഞാൻ ചെയ്ത പൂജകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഭിഷേകങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഞാനിപ്പോൾ ജലം കൊണ്ടാണ് അഭിഷേകം ചെയ്തത്. ശിവന് ഏറ്റവും ഇഷ്ടം ജലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നതാണ് എന്നാണ് പറയുന്നത്. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ പാർവതി ദേവിയുടെ ഇതായിട്ട് ഒരു
അഭിഷേകം മൂന്നാം യാമത്തിൽ ചെയ്യുന്നുണ്ട്. കാരണം 8:30, 10:30, 12 noon ആൻഡ് 4:30 AM ആണ് ചെയ്യുന്നത്. അപ്പം ഞാൻ 12 noon എനിക്ക് പറ്റുന്നത്, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അസുഖങ്ങളുണ്ടെങ്കിലും വിവാഹ തടസ്സം മാറാനും അങ്ങനെ പല കാര്യത്തിനുമാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ ഓം നമഃ ശിവായ 108 പ്രാവശ്യം ചൊല്ലി എനിക്ക് ശിവാഷ്ടര സ്തോത്രം ഞാൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം അത് ചൊല്ലാമെന്നാണ് വിചാരിക്കുന്നത്. അതായത് ഞാൻ കാണിച്ചു തരാം. ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ്. കനകധാര സ്തോത്രം, ഇതെല്ലാം നമ്മളിപ്പോൾ ചെയ്യുന്ന ഹരിനാമ കീർത്തനം, ശിവാഷ്ടോസ്തര സ്തോത്രം, പിന്നെ ലളിത സഹസ്രം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് ചൊല്ലാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഇഷ്ടം അത് നിങ്ങൾ ചൊല്ലുക കേട്ടോ. അപ്പം ഞാനൊന്നും കഴിച്ചിട്ടില്ല ഇതുവരെ. ഒരു കട്ടൻ കാപ്പിയും കുടിച്ച് ഇനി എന്തെങ്കിലും എന്താ പറയുക ഫുഡ് ഉണ്ടാക്കണം. അതായത് ആഹാരം ഒരു നേരം കഴിക്കുക, പിന്നെ ചപ്പാത്തി വല്ലതും കഴിക്കുക, അതാണ്. പിന്നെ ഫ്രൂട്ട്സ് കഴിക്കുക, അതാണ് വിചാരിക്കുന്നത്. കാരണം എനിക്ക് സർജറി കഴിഞ്ഞിരിക്കുന്നതാണ്. പിന്നെ ഷുഗർ ഡ്രോപ്പ് ആകുന്നതാണ്, അത് ഹൈപ്പോഗ്ലൈസിമിയ ആകുന്നതാണ്. അപ്പം എനിക്ക് എൻ്റെ ആരോഗ്യത്തിന് പറ്റുന്ന രീതിയിൽ ഞാനിന്ന് എന്താ പറയുക ശിവരാത്രി സെലിബ്രേറ്റ് ചെയ്തല്ല, ശിവരാത്രിയുടെ പൂജകൾ ചെയ്യും. ഓക്കെ, അപ്പം ഞാനിതും ചൊല്ലട്ടെ. കണ്ടോ, നമ്മുടെ അതിൻ്റെ സ്മോക്ക് ഇങ്ങനെ വന്നിട്ട് നമ്മുടെ ശിവലിംഗത്തിലേക്ക് ഇങ്ങനെ വരുന്നത് കണ്ടോ. എനിക്ക് കറക്റ്റ് നടുക്കായിട്ട് വരുന്നുണ്ടായിരുന്നു. കണ്ടോ, അപ്പോഴത്തേന് ശിവലിംഗത്തിലേക്ക് ഇങ്ങനെ വരും. കണ്ടോ. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. മഹാദേവ ശിവശംഭോ ശങ്കരോ വൃഷവാഹന നീലകണ്ഠോ ദശഭുജ പഞ്ചവക്ത്രസ്ത്രിലോചന മഹാരുദ്രോ മഹാനന്ദിർമ മഹാകാലോ ഗണേശ്വര മഹാമായാമയ സൗമ്യ സർവജ്ഞോ ഭക്തവത്സല പാർവതീരമണ സിദ്ധസാധ്യോ നാരായണ പ്രിയ ചന്ദ്രാർത്ഥമസ്തക സ്ഥാണുർജിത ശത്രുർജിതേന്ദ്രിയ ആനന്ദ സകലാനന്ദ സഹൃസാക്ഷ സനാതന കൈലാസ നിലയ ശാന്ത കാമദ കാമനാശന നിർഗുണോ നിഷ്കലോ നിത്യോ നിർവികൽപ്പോ നിരഞ്ജന കൃത്തിവാസ ജഡി ശൂലി പിനാകി പിംഗലോചന ഗംഗാധര സുരശ്രേഷ്ഠ സുകൃത സുപ്രഭാകര പുരുഷ പുഷ്കര പൂജ പൂർണ്ണാനന്ദ പരമാത്പര സംഹാര മൂർത്തിർവിശ്വാത്മാ ഭൂതാത്മാ കരുണാകര ത്രിഗുണാത്മാ ത്രിലോകേശ ത്രിമൂർത്തി ത്രിപുരാന്തക ഉഗ്രസേനാപതി സ്കന്ദ ശ്മശാന നിലയോ ഭവ വീരഭദ്രോ വിരൂപാക്ഷോ ഗജഭക്ത്രോ ഗണാധിപ ക്ഷേത്രപാലോ ലോകപാല കപാലി കമലേക്ഷണ ദേവദേവ ജഗന്നാഥോ ജഗദ്വന്ധോ ജഗദ്ഗുരു ജഗത്കർത്ത ജഗത്സാക്ഷി ജഗദാത്മ ജനാർദ്ദന അഷ്ടമൂർത്തി രനാഥ്യന്ത ശുദ്ധദേഹാത്തു മോത്തമ അതിസ്നിഗ്നോത്രി ദിഗംഭീര രൗദ്ര സംഘർഷണോഹര മഹാനീലോന്തകരിപുർ മഹാതേജോ ഹുദാശന ഭൂതനാഥോ ജഗദ്യോ നിർഭസ്മശായി മഹേശ്വര ഭക്തപ്രിയോ മഹായോഗി ഭോഗി കല്യാണവാൻ പ്രഭോ അന്തര്യാമി ത്രിധാമ ച വാചസ് സ്പരി രഹസ്പതി സർവപാപഹരച്ഛേദി നാം നാമഷ്ടസ്തോ തരം ശതം ഇതി
ശ്രീ ശിവാഷ്ടോത്തര നാമസോസ്ത്രം സമാപ്തം. താങ്ക് യു. ഇത് ഞങ്ങൾ പണ്ട് ഏറ്റുമാനമ്പലത്തിൽ പോയപ്പോഴത്തേനും ഞങ്ങൾ മേടിച്ച ഒരു ലൈറ്റാണ്. അപ്പം നമ്മളെ 3 പിന്നൊക്കെ ഇട്ടിട്ട് ഞാനൊന്ന് തെളിച്ച് വെച്ചാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഞാൻ ഇപ്പം 12 മണിയായി സമയം. അപ്പം ഞാൻ എന്താ പറയുക, നമ്മുടെ പ്രദോഷവിളക്ക് മാത്രമേ ഇപ്പോൾ തെളിയിക്കുന്നുള്ളൂ. കാരണം ബാക്കി വിളക്കെല്ലാം തെളിയിച്ചായിരുന്നത് കൊണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രദോഷവിളക്ക് മാത്രം ഒന്ന് തെളിയിക്കുകയാണ്. മാത്രം ഒന്ന് തെളിയിച്ചിട്ട് അല്ലെങ്കിൽ നമുക്കെല്ലാം അങ്ങ് തെളിയിച്ചേക്കാം. തെളിയിക്കുമ്പം എല്ലാം തെളിഞ്ഞിരിക്കട്ടെ. എന്നിട്ട് വേണം എനിക്ക് ഇത് വൈകുന്നേരം ഒന്നും കൂടെ ഒന്ന് വിളക്കൊന്ന് തുടച്ചെടുക്കണം. കാരണം ഇതിൽ കണ്ടിന്യൂസ് തെളിയിക്കുവായോണ്ടേ കളറ് ഇത് ഞാനിങ്ങനെ തെളിയിച്ചു. ഇനി ഞാൻ ചെയ്യുന്നത് എന്നാന്ന് പറഞ്ഞാൽ, എനിക്കിവിടെ ഒരു ഇതുണ്ടേ, ഞാൻ രാവിലെ സാമ്പ്രാണി തെളിയിച്ചത് കൊണ്ട് ഇപ്പം ഞാൻ തൽക്കാലം എന്താ പറയുക, ഇതില്ലേ നമ്മുടെ ബാക്ക് ഫ്ലോ അഗർബത്തിയാണേ. അത് നമ്മുടെ ശിവൻ്റെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട്, നിങ്ങൾക്കറിയാം, നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഇവിടെ ഇങ്ങനെ തെളിഞ്ഞു. അതാ ഇപ്പം ചെയ്യുന്നേ. അപ്പം ഇത് ചൊല്ലി ഇനി ഞാൻ എന്താ പറയുക, ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം എന്നാന്ന് പറഞ്ഞാൽ, ഞാനിനി ഇവിടെ ഓം ശിവായ നമ എന്ന് 108 നമുക്ക് 1008 ചൊല്ലാം. അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ രുദ്രാക്ഷ ബീഡ്സാണ്. ഇതിൽ 101 ഇതിലുള്ളത്, എന്താ പറയുക, രുദ്രാക്ഷം. അപ്പം ഇതിൽ ഞാൻ 1008 പ്രാവശ്യം, അതായത് 10 പ്രാവശ്യം, അപ്പം എത്രയായി, 10 പ്രാവശ്യം ഞാൻ ചൊല്ലാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഞാൻ ചെയ്യുന്നത് അഭിഷേകമാണ്. അതിനോട് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താന്ന് പറഞ്ഞാൽ, നമ്മുടെ ശിവൻ്റെ അഭിഷേകം. അപ്പം ഞാൻ അതിൽ ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഞാനിവിടെ തേനാണ് എടുത്തു വച്ചേക്കുന്നത്. അപ്പോൾ ഈ സമയം നമ്മൾ പാർവതി ദേവി ശിവനോട് പ്രാർത്ഥിച്ചതായെന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ എന്താ ഇതിൽ നമ്മുടെ തേനും കൊണ്ട് ഞാൻ അഭിഷേകം ചെയ്യുവാണ്. അപ്പം ഞാനിത് കുടം മാറ്റി വെക്കുന്നു. എന്നിട്ട് കുടം ഞാനിവിടെ വയ്ക്കുക. എന്നിട്ട് നമുക്ക് ശിവലിംഗത്തിൽ ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഓം ശിവായ നമ, 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 ഓം ശിവായ നമ. അപ്പം ഞാൻ ഇതൊന്ന് പ്രാർത്ഥിക്കട്ടെ. കാരണം എന്താ പറയുക, വീഡിയോ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കതിൻ്റെ ഇപ്പോൾ ഉള്ള ഭക്തി മൊത്തം കിട്ടത്തില്ല. അപ്പം എനിക്ക് കണ്ണടച്ച് ശിവഭഗവാന്റെ രൂപം മനസ്സിൽ വിചാരിച്ച് വേണം എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട്. അപ്പം
എന്താ പറയുക, ഇത് നമുക്ക് എന്താ പറയുക, ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കും വിവാഹ തടസ്സം മാറാനും സ്ഥലവും വീടൊക്കെ മേടിക്കാനായിട്ട് ആഗ്രഹമുള്ളവരും അങ്ങനെ പല പല നമുക്ക് ഓരോ ആഗ്രഹങ്ങളാണല്ലോ. അപ്പം അതുപോലെ പാർവതീദേവി ശിവന് വേണ്ടി പ്രാർത്ഥിച്ച സമയമാണ്. അപ്പം അവനവൻ്റെ ഭർത്താക്കന്മാരുടെ ആരോഗ്യത്തിനും അവരുടെ ആയുസ്സിനും ഒക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം ഞാൻ പ്രാർത്ഥിക്കട്ടെ. ഞാനിതൊക്കെ കാണിക്കുന്ന എന്തിനാണെന്ന് പറഞ്ഞാൽ, നമുക്ക് വീട്ടിൽ എന്തൊക്കെ ഫോളോ ചെയ്യാൻ പറ്റും, നമുക്ക് അമ്പലത്തിൽ പോകാൻ പറ്റാത്തവർക്ക്, അമ്പലങ്ങൾ തൊട്ടടുത്തില്ലാത്തവർക്കും ഒക്കെ എന്താ ചെയ്യാൻ പറ്റുന്നത് അതൊന്ന് കാണിക്കണമെന്നേ ഉള്ളൂ. അപ്പം എൻ്റെ പ്രേയേഴ്സ് ഞാൻ ചെയ്യട്ടെ. ഞാൻ എനിക്ക് 108 പ്രാവശ്യം ഓം ശിവായ നമ എന്ന് ചൊല്ലണം കേട്ടോ. അപ്പം ഞാൻ വൈകിട്ട് എന്താ ചെയ്യുന്നതെന്ന്, ഞാൻ സാധാരണ ചെയ്യുന്ന എല്ലാ അഭിഷേകങ്ങളാണ്. അപ്പം പറ്റുവാണെങ്കിൽ കാണിക്കാം, ഇല്ലെങ്കിൽ ഞാൻ ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശിവരാത്രി ആശംസിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് വൈകുന്നേരം ഇത് പോസ്റ്റ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ശരി എന്നാൽ. നമ്മളോട് പറയാൻ മറന്നുപോയി, നമ്മൾ വെളുത്ത പുഷ്പം കൊണ്ട് ശിവഭഗവാന് എന്താ പറയുക, അർച്ചന ചെയ്യാം. പിന്നെ നമുക്ക് വെളുത്ത പട്ട് നമുക്ക് ശിവഭഗവാന് അലങ്കരിക്കാം. അത് കഴിഞ്ഞിട്ട് അപ്പം എന്താ പറയുക, എനിക്ക് ശിവലിംഗം അല്ലാതെ ഇവിടെ ഒരെണ്ണമുണ്ട്. അപ്പം വേണമെങ്കിൽ നമുക്ക് ഈ ശിവലിംഗത്തിനെ ഇവിടെ എടുത്തിട്ട് വെച്ചിട്ട് നമുക്ക് പട്ടിൽ വെക്കാം. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. എനിവേ, ഞാനിവിടെ നമ്മുടെ വിളക്കിൻ്റെ ഇവിടെ ശിവലിംഗം എടുത്ത് വയ്ക്കുകയാണ്. എന്നിട്ട് ഞാനിവിടെ അർച്ചന ചെയ്യാനിവിടെ ഞാൻ ഓൾറെഡി പൂവ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പൂവും കൊണ്ടാണ് അർച്ചന ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ഞാൻ ഇവിടെയാണ് ചെല്ലുന്നത് കേട്ടോ. ഓം ശിവായ നമ, ഓം ശിവായ നമ, ഓം ശിവായ നമ. വെളുത്ത പൂക്കൾ കൊണ്ട് ശിവലിംഗത്തിന് അർച്ചന നടത്തി. പക്ഷേ എൻ്റെ ശിവലിംഗം അത്ര വലുതല്ല, അപ്പോൾ എൻ്റെ പട്ട് ഒത്തിരി വലുതാണ്, അപ്പോൾ എനിക്കങ്ങനെ ഇടാൻ പറ്റത്തില്ല. പിന്നെ ദേ നമ്മൾ തേന് കൊണ്ട് ശിവലിംഗത്തിന് അഭിഷേകവും ചെയ്തു. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ 12 മണിക്കത്തെ പൂജ. നമ്മൾ കഞ്ഞി കുടിക്കുന്നത് ദേ ചാമേരിയുടെ കഞ്ഞിയും 2 ചുട്ട പപ്പടവും മാങ്ങാ ചമ്മന്തിയും നാരങ്ങയും ഡേറ്റ്സും അച്ചാറുമാണ്. ഓക്കെ, അപ്പോൾ ശിവരാത്രിയുടെ അന്നുള്ള കഞ്ഞി. അപ്പം ഞാൻ രാത്രിയിൽ നമ്മൾ അഭിഷേകം ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അഭിഷേകം ഉപയോഗിക്കുന്ന വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ജലം, പിന്നെ എന്താ പറയുക, പഞ്ചസാര, തേന്, പാല്, നെയ്യ്. നമുക്ക് തൈര് കൊണ്ട് അഭിഷേകം ചെയ്യാം, കുങ്കുമം കൊണ്ട് അഭിഷേകം ചെയ്യാം, ഫ്രൂട്ട്സ് കൊണ്ട് അഭിഷേകം ചെയ്യാം, ഓറഞ്ച് ജ്യൂസ് കൊണ്ട് അഭിഷേകം ചെയ്യാം. എല്ലാവരും പല രീതിയിൽ അഭിഷേകം ചെയ്യും. ഞാൻ ഈ 5 വസ്തുക്കൾ ഉപയോഗിച്ചാണ് അഭിഷേകം ചെയ്യുന്നത്. അപ്പം അഭിഷേകം ചെയ്യാൻ സാധനം എടുത്ത് വെച്ചു. പിന്നെ രാജേഷും തക്കുടും ഇപ്പോഴാണ് പ്രാർത്ഥിക്കാനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ എന്താ പറയുക, നമ്മൾ ശിവാഷ്ടോത്തര ശതം രാജേഷിനെ കൊണ്ട് ഏൽപ്പിച്ചു. രാവിലെ ഞാൻ ചൊല്ലിയതായതുകൊണ്ട് പിന്നെ എന്താ പറയുക, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഏറ്റുമാനപ്പൻ്റെ കീർത്തനവും ചൊല്ലി. അത് കഴിഞ്ഞിട്ട് ഓം നമഃ ശിവായ എന്ന് ചൊല്ലി അഭിഷേകവും ചെയ്തു. അതായിരുന്നു രാത്രിയിലത്തെ ഞങ്ങളുടെ പൂജ. ഓക്കെ, എന്നിട്ട് ഭസ്മം നെറ്റിയിൽ തൊട്ടു, ചന്ദനവും ഭസ്മവും. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. You have to chant, okay? കുറച്ച് ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ,
ഓം നമ ശിവായ. 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 അഭിഷേകം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ സാമ്പ്രാണി കൊണ്ടും ദീപം കൊണ്ടും പിന്നെ കർപ്പൂരം കൊണ്ടും എല്ലാ ദൈവങ്ങളുടെ ഫോട്ടോകൾക്കും ആരതി എടുത്തു. ക്യാമറ ആ പൊസിഷനിൽ തന്നെ ഇരിക്കുമായിരുന്നു കുറേ നേരമായിട്ട്. അപ്പം ഞാൻ ക്യാമറയുടെ പൊസിഷനൊന്നും ചേഞ്ച് ചെയ്യാനൊന്നും പോയില്ലായിരുന്നു. അത് കാരണമാണ് നിങ്ങളിങ്ങനെ കാണുന്നത്. പക്ഷേ അത് എന്താണ് ഞാൻ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു തരുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഭസ്മം തൊട്ട് നമ്മൾ പൂജ അവസാനിപ്പിച്ചു. എന്നിട്ട് നമ്മൾ നോൺ വെജ് കഴിച്ചിട്ടേ ഇല്ല. ഈ ഫുൾ ഡേ ആരും വീട്ടിലുണ്ടാക്കുകയും ചെയ്തില്ല. പിന്നെ രാവിലെയും വൈകുന്നേരവും എല്ലാവരും കുളിച്ചു. നല്ല ക്ലീൻ ഡ്രസ്സാണ് എല്ലാവരും ഇട്ടത്. നമുക്ക് ശുദ്ധമായി വൃത്തിയുള്ള ഡ്രസ്സ്, ഒരു ഡ്രസ്സേ ഉള്ളവർക്കും അത് അലക്കി കഴുകി ഇടാം എന്നാണ്. അല്ലാതെ പുതിയ ഡ്രസ്സ് ഇതിനു വേണ്ടി മേടിക്കാൻ നമ്മുടെ കയ്യിൽ പൈസയില്ല, അങ്ങനെ മേടിക്കേണ്ടതൊന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ അഭിഷേകം ചെയ്യാൻ ഇത്രയും വസ്തുക്കൾ ഉപയോഗിക്കണം എന്നൊന്നുമില്ല. ശിവന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജലമാണെന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ വീട്ടിൽ വെള്ളം ധാരാളമായിട്ടുണ്ടായിരിക്കും. വെള്ളവും കിട്ടാനില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്താണോ അവൈലബിൾ അതുകൊണ്ട് അഭിഷേകം ചെയ്യുക. ശിവന് സന്തോഷമായിരിക്കും. ഓക്കെ, ഒന്നുമല്ലെങ്കിലും ഓം നമ ശിവായ എന്ന് ചൊല്ലിയാൽ മതി. ഓം നമ ശിവായ എന്ന് മൊത്തം ചെല്ലാൻ പറ്റത്തില്ലെങ്കിൽ ഓം ശിവായ നമ എന്ന് ചെല്ലാം. അപ്പം നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ആരോഗ്യമനുസരിച്ച് ഉപവാസം ഇരിക്കുകയോ വേണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. എനിക്ക് സർജറിയൊക്കെ കഴിഞ്ഞുകൊണ്ട് ഉപവാസം ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഞാൻ അരിയാഹാരമൊന്നും കഴിച്ചില്ല. രാവിലെ ഞാൻ ചപ്പാത്തിയും വെജിറ്റബിൾ കറിയാണ് ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാനാണെങ്കിൽ എന്താ പറയുക, ചാമ അരി കൊണ്ട് കഞ്ഞി ഉണ്ടാക്കി നിങ്ങൾ കണ്ടായിരുന്നു. അതാണ് കഴിച്ചത്. പിന്നെ ഇടയ്ക്ക് വിശക്കുമ്പോൾ ഫ്രൂട്ട്സ് കഴിച്ചു, പിന്നെ നട്ട്സ് കഴിച്ചു. അതായിരുന്നു. പിന്നെ ഞങ്ങൾ ഈഷ യോഗ സെൻറ്ററിലെ ആദിയോഗി എന്താ പറയുക, നമ്മളെ ഗണപതിനെയൊക്കെ ഓൺ ചെയ്തു. ശ്രീബുദ്ധനെ ലൈറ്റ് തെളിച്ചു, കൃഷ്ണ ലൈറ്റ് തെളിച്ചു. ഗണപതിക്ക് വാട്ടർ ഫൗണ്ടൻ. അപ്പം ഇത്രയൊക്കെയാണ് ശിവലിംഗം പൂജ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് ശിവരാത്രിയുടെ അന്ന് സൗത്താംപ്ടൺ ഹിന്ദു സമാജത്തിൻ്റെ വക ശിവരാത്രി മഹോത്സവം ഉണ്ടായിരുന്നു. പക്ഷേ ൂർണ്യായ ചാവസ്വന്യായ ജ നമ സ്രോതസ്യായ ച
അപ്പോൾ നിങ്ങൾ ഞാൻ ശിവരാത്രിക്ക് മേടിച്ച പൂജ ഐറ്റംസൊക്കെ ഉള്ള വീഡിയോ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞങ്ങൾ സൗത്ത് ആഫ്രിക്കയിലെ പ്രോഗ്രാമിന് പോയില്ല. കാരണം എന്താ പറയുക, നാഷണൽ ഡ്യൂട്ടി, മോന് എക്സാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു കണ്ടിന്യൂസ്. അപ്പം അവരും ടയേർഡായിരുന്നു. അപ്പോൾ അത്രയും ദൂരം 45 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം. പക്ഷേ ഞാൻ വീട്ടിൽ നന്നായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ പൂജ ചെയ്തു, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തു, വീട് ക്ലീൻ ചെയ്തു, എൻ്റെ മനസ്സ് നിറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ഇഷ്ടം പോലെ. അപ്പം കുറച്ച് കൂടുതൽ ജോലികളൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ ഭയങ്കര എക്സോസ്റ്റഡായിരുന്നു. ഞാൻ ശിവരാത്രിക്ക് ഫുള്ള് രാത്രിയൊന്നും ഉറക്കമൊന്നും ഉളച്ചില്ല. നമ്മുടെ ആരോഗ്യത്തിന് അത് അത്ര നല്ലതല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഈശ യോഗ സെൻറ്ററിലെ നമ്മുടെ ശിവരാത്രിയുടെ പ്രോഗ്രാം 1 മണി വരെ കണ്ടു ടി വിയിൽ ലൈവായിട്ട്. അത് കഴിഞ്ഞിട്ടാണ് കിടന്നുറങ്ങിയത്. പിന്നെ ഭക്ഷണമാണെങ്കിലും അരിയാഹാരം കഴിക്കാതെ ഫ്രൂട്ട്സും നട്ട്സും പിന്നെ ചാമയരിയോടുള്ള കഞ്ഞിയും ഗോതമ്പ് കൊണ്ടുള്ള ചപ്പാത്തിയൊക്കെ കഴിച്ചാണ് കഴിഞ്ഞത്. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം ഉപവസിക്കാൻ പറ്റുന്നോ അത്രത്തോളം ഉപവസിക്കുക. ആരോഗ്യമനുസരിച്ചാണല്ലോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ ബെല്ലടിക്കുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. ബൈ ബൈ.